ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായി ഇപ്പോൾ ജിബിൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ജിബിൻ, വളരെ രൂക്ഷമായ ഭാഷയിൽ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ബന്ദിയാക്കിയിരിക്കുന്നത് കേവലം 2 കന്യാസ്ത്രീകളെയല്ല, ഈ രാജ്യത്തിന്റെ മതേതരമായ ഭരണഘടനയെ അപ്പാടെ സംഘപരിവാർ ബന്ദിയാക്കിയിരിക്കുന്നു എന്നാണ് മുഖപ്രസംഗത്തിൽ ദീപിക പറയുന്നത്. അതുമാത്രമല്ല, അവർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സുരക്ഷയുമില്ല. തിരുവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീകൾക്കോ വൈദികർക്കോ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല. സുരക്ഷയുള്ളത് കേരളത്തിൽ മാത്രമാണ് എന്ന് ദീപിക തുറന്നെഴുതുകയാണ്. തീർച്ചയായും തന്നെ മനു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായും തന്നെ കത്തോലിക്ക സഭയുടെ ദീപിക മുഖപത്രം അതിൻ്റെ ആദ്യമായാണ് ഇത്തരത്തിലൊരു രൂക്ഷമായൊരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനമായും തന്നെ അവരുടെ തലക്കെട്ടിൽ പറയുന്നത് കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടനയാണ് ബന്ദി എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ് ഈ ഒരു മുഖപ്രസംഗം ആരംഭിക്കുന്നത്. അതിൽ 2 കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ഛത്തീസ്ഗഡിൽ വിചാരണ ചെയ്തത്. അവിടെ നടന്നത് ഒരു ആൾക്കൂട്ട വിചാരണയാണ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, രാജ്യം ഭരിക്കുന്ന BJPയുടെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടെ തന്നെ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റുചുമ്മനത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഹിന്ദുത്വയുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് ഉള്ളതെന്നുള്ള ഒരു രൂക്ഷ വിമർശനം അവർ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ സംഘങ്ങൾ എന്ന ആ പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഒറ്റു സംഘങ്ങൾ എന്ന് വിളിക്കുന്നത് അതാരെയായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്? 2 അക്ഷരത്തിലുള്ള ചില സംഘടനകളെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ ആ പേര് പറയാത്തത് മനഃപൂർവ്വമാണ്. തീർച്ചയായും തന്നെ മനു, ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും തന്നെ കേരളത്തിലടക്കം ഇപ്പോൾ ചില ന്യൂനപക്ഷ സംഘടനകൾ തങ്ങൾ BJPക്ക് അനുകൂലമാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഈ കാസയടക്കമുള്ള പറഞ്ഞോളൂ. ഈ സംഘടനകളൊക്കെ തന്നെ പല ഘട്ടത്തിലും BJPക്ക് അനുകൂലമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഇപ്പോൾ ദീപിക പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ ഏതാണ്ട് 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 5 മടങ്ങ് 5 ഇരട്ടിയിലധികം ആക്രമണങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. അതിൽ പലയിടത്തല്ല എല്ലായിടത്തും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളാണ്. ബജറംഗ് അങ്ങനെയൊക്കെയുള്ള ഇവരുടെ കുറേ സംഘടനകളുണ്ടല്ലോ, അതൊക്കെയാണ്. തീർച്ചയായും തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മുഖപ്രസംഗത്തിൽ അവർ വിമർശിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കണക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു പരാമർശമായി വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ അത് കൃത്യമായും തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ്. BJP വിചാരിച്ചാൽ ഈ വർഗീയതയൊക്കെ തന്നെ തളയ്ക്കാൻ സാധിക്കുമെന്നാൽ അവർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ അക്രമോത്സുക രഥം കേരളത്തിൽ മാത്രമായി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ സ്ഥിതി ഉണ്ടായത് ജിബിൻ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ സുരക്ഷിതമായി ഇരിക്കുന്നത്? ഇടതുപക്ഷം തീർക്കുന്ന വലിയ പ്രതിരോധം സംഘപരിവാറിനെയുടെ എതിരെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പോൾ ഈ അക്രമം നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് വലിയ പ്രാധാന്യമുള്ള ഇടങ്ങളാണെന്നേ. ഛത്തീസ്ഗഡിലൊക്കെ കോൺഗ്രസ് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളാണ്. ഉത്തരേന്ത്യയിൽ അവിടെയൊക്കെ ഫീൽഡിലിറങ്ങി ഒരു വാക്ക് പറയാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ കേരളത്തിൽ അമ്മാതിരി പരിപാടിയുമായിട്ട് വന്നിറങ്ങിയാൽ ഇവിടെ CPIയും DYFIയും ഒക്കെ തെരുവിലിറങ്ങി പ്രതിരോധം തീർക്കുമെന്ന് അവർക്കറിയാം. ആ പ്രതിരോധത്തിന്റെ ബലത്തിലാണ് ഈ പറയുന്ന സുരക്ഷിതത്വം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുതന്നെയാണ് മനു, കൃത്യമായും തന്നെ കേരളം ഒരു സംരക്ഷിത കവചം ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് തീർക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വർഗീയവാദികൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഇടതുപക്ഷം വലിയ പ്രതിരോധം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൽ ഇത്തരമൊരു സംരക്ഷിത കവചത്തിലൂടെ ന്യൂനപക്ഷങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു
പറഞ്ഞുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഇതിൻ്റെ ഈ ആമുഖ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായും തന്നെ അതിൻ്റെ രാഷ്ട്രീയം എന്താ എന്നുള്ളത് വ്യക്തമായി അതിൻ്റെ സന്ദേശം ഈ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നു. പുരോഹിത സമൂഹം ഇത് തിരിച്ചറിയണമെന്നുള്ള ഒരു മുഖ്യമായ ഒരു സന്ദേശമാണ് ഈ മുഖപത്രത്തിലൂടെ ഇതിൻ്റെ ഒടുവിലായി അവർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ശരി. ഏതായാലും നമുക്ക് നോക്കാം ജിബിൻ. ഏതായാലും ദീപികയുടെ വളരെ രൂക്ഷമായ വിമർശനമുള്ള മുഖപ്രസംഗമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ്. സംഘപരിവാറിനെതിരെ വ്യാപകമായ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സ്നേഹം, നിങ്ങളുടെ ക്രൈസ്തവ സ്നേഹം കപടതയാണ് എന്ന് സംഘപരിവാറിനോട്, അതായത് BJPയോട് വളരെ വ്യക്തമായി ആ വാക്കുകളിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കുറേയധികം BJP അനുകൂല സമീപനങ്ങളൊക്കെ സ്വീകരിച്ച പിതാക്കന്മാരടക്കം സഭയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് പോലെയല്ല കേരളത്തിൻ്റെ കവചത്തിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ കാര്യങ്ങളെന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുതന്നെയാണ് ആ മുഖപ്രസംഗത്തിലടക്കം കാണാൻ കഴിയുന്നതും. വിവരങ്ങളാണ് ജിബിൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.